ഹലോ. നീ ഇന്ന് സമാധാനപ്പെട്. നീ ഇങ്ങനെ തുടങ്ങി ഞാൻ എന്തോ ചെയ്യും? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇതിപ്പം അമ്മ കാരണം നിനക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഇത് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ സമാധാനമായിട്ട് പറയുന്നൊന്ന് കേക്ക്. ഹലോ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇതൊരു സുപ്രഭാതത്തെ എവിടെയാ കൊണ്ടുവന്ന് എവിടെ കളയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്തോ ചെയ്യും? എന്നെ നോക്കി വളർത്തി എന്റെ അമ്മയല്ലേ? ഇത്രയാക്കി എന്റെ അമ്മയല്ലേ? ഇതൊരു കഷ്ടമെന്ന് പറയുന്നത്. നീ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ശരി. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യന് ഒരു സമാധാനവും സ്വസ്ഥതയില്ല. നിങ്ങൾ ഇനി ഇവിടെ പറ്റത്തില്ല. നാളെ രാവിലെ എവിടെന്ന് വെച്ചാൽ ഇറങ്ങിക്കോ. നിങ്ങളെ ഞാൻ എവിടെന്ന് വെച്ചാൽ കൊണ്ടുവിടാം. രാവിലെ ബാഗ് എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്ത് വെച്ചോ. നിങ്ങൾ രാവിലെ എവിടെന്ന് വെച്ചാൽ കൊണ്ടുവിടാം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരില്ല. ഇനി നിങ്ങളെ ഇവിടെ ചുമക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചോ. ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം എവിടെന്ന് വെച്ചാൽ. അതുകൊണ്ട് രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഒരു 8-9 മണിയാകുമ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോ. നിങ്ങളെ ഞാൻ എവിടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ കൊണ്ടുവിടാം. നിങ്ങളെ മോന്റെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെന്ന് വെച്ചാൽ ഏതെങ്കിലും ബസ് സ്ഥലത്തിലോ എവിടെന്ന് വെച്ചാൽ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം. പറഞ്ഞു കേട്ടല്ലോ? അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തോ കാര്യമുണ്ട്. എന്റെ അച്ഛൻ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് അറിയിപ്പോ അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അമ്മൂമ്മ വിട്ടൊന്നും പോകത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കൾ എന്നെ വിട്ടു പോകത്തില്ല. ഞാൻ അച്ഛനോട് പറയാം. രാവിലെ പോകണമെന്ന് പറഞ്ഞു. കൊണ്ടുപോകത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോ നാളെ രാവിലെ നീയും വരണം എൻ്റെ കൂടെ. നിന്റെ ബാഗ് കൂടെ. അമ്മമ്മ കുറെ ദൂരത്തേക്കാണ് പറഞ്ഞു വിടുന്നത്. തന്നെ പോയിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. നീയും കൂടെ വരണം. നിന്റെ ബാഗ് കൂടെ എടുത്തു വെച്ചോ. ഇങ്ങോട്ടൊന്നും പറയണ്ട. പറ്റത്തില്ല. ഇവിടെ പറ്റത്തില്ല. നീ എൻ്റെ കൂടെ വരുന്നു, രാവിലെ എൻ്റെ കൂടെ വരുന്നു, നമ്മൾ പോകുന്നു, നിന്റെ അമ്മൂമ്മ അവിടെ കൊണ്ട് വിടുന്നു, തിരിച്ചിവിടെ വരുന്നു. ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. സ്ഥലം കിട്ടിയില്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നോക്കി കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഒരു 2 ദിവസത്തേക്കുള്ള നിങ്ങൾ ഡ്രസ്സ് കൂടെ എടുത്തു വെച്ചോ. പറഞ്ഞു കേട്ടോ? അമ്മയ്ക്കൊരു കൂട്ടിന് എന്റെ മോനും പറഞ്ഞു കേട്ടോ? അപ്പൊ രാവിലെ പോകാൻ രണ്ടുപേരും റെഡി ആയിക്കോണം. കേട്ടല്ലോ? ഇങ്ങോട്ട് മറ്റു വാക്കുകളും വർത്താനങ്ങളൊന്നുമില്ല. പറഞ്ഞു കേട്ടല്ലോ? അപ്പൊ രാവിലെ പോന്നു, കൊണ്ടുവിടുന്നു, നമ്മൾ തിരിച്ചിവിടെ വരുന്നു. ഓക്കെ. എന്റെ അച്ഛൻ പറഞ്ഞു പോവാന്.
അപ്പോൾ മാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നോക്കി പറഞ്ഞു തരണം സ്ഥലം. പറഞ്ഞു കേട്ടോ. ഇത് മൂന്നാറല്ലേ? അപ്പൊ അമ്മൂമ്മയെ കൊണ്ടുവിടാൻ പോവില്ല? ഇവിടെ കൊണ്ടുവിടാം. എൻ്റെ പൊന്നു മോനെ, വല്ലവരും പറഞ്ഞു കേട്ടിട്ട് നിൻ്റെ അമ്മൂമ്മയെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ ഈ മീശയും വെച്ച് നാണാന്ന് നടക്കുന്നത് വല്ല അർത്ഥമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ട്രിപ്പ് പോവാ. അല്ല, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും വിലപ്പെട്ട. എൻ്റെ അമ്മ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല.